നോമ്പ് തുറക്കാൻ ഇവിടെ പത്തിരിക്ക് വലിയ താല്പര്യമില്ലാന്നുണ്ടെങ്കിൽ ഫസ്റ്റത്തെ നോമ്പല്ലേ നമുക്ക് പത്തിരി ഉണ്ടാക്കാം എന്ന് വിചാരിച്ചാണ് ഞാൻ കിച്ചണിലേക്ക് കയറിയത്. ഒരു 3 മണിയോട് കൂടിയാണ് കേട്ടോ കയറിയിട്ടുണ്ടായിരുന്നത്. ചെന്നപ്പാടെ ഞാൻ പൊട്ടറ്റോ 2 എടുത്തിട്ട് പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട്. ചിക്കൻ ഞാൻ സ്റ്റൂ ആക്കി ഉണ്ടാക്കാമെന്ന് കരുതി. അതിലേക്കും ഇടാം, നമുക്ക് മക്കൾക്ക് എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ഉണ്ടാക്കണ്ടേ, അതൊക്കെ വിചാരിച്ച് 2 ഉരുളക്കിഴങ്ങ് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. കുറച്ച് ആളുകളല്ലേ ഉള്ളൂ, ഞങ്ങൾ 4 പേരല്ലേ ഉള്ളൂ. അപ്പോൾ പിന്നെ ഞാൻ കുറച്ച് നേരം മുമ്പേ ചിക്കൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റാക്കി ഊറ്റി വെച്ചു. അപ്പോൾ ചിക്കൻ സ്റ്റ്യൂ ഉണ്ടാക്കാൻ പറയുമ്പോൾ എനിക്കൊരു പാലപ്പം ഉണ്ടാക്കാൻ ഒരു കൊതി. അപ്പോൾ ഞാൻ അരിപ്പൊടി കൊണ്ട് തേങ്ങയും പഞ്ചസാരയൊക്കെ ഇട്ടിട്ടുള്ള പിന്നെ നമ്മുടെ യൂട്യൂബിൽ നോക്കിയിട്ട് നല്ലൊരു പാലപ്പം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത് അവിടെ അടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു നന്നാവുമോ എന്നുള്ളൊരു പേടി എനിക്ക് ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ അടിപൊളിയായിട്ടുള്ള പാലപ്പം കിട്ടി. അപ്പോൾ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽ വീഡിയോ നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട്. പിന്നെ ജ്യൂസായിട്ട് നമ്മൾ പൈനാപ്പിളാണ്, കട്ട് ഫ്രൂട്ട്സ് ആയിട്ട് കുറച്ച് പൈനാപ്പിളും അതുപോലെ തന്നെ പിന്നെന്താ കുറച്ച് വത്തക്കയാണ് കേട്ടോ ഉണ്ടായിരുന്നത് ഫ്രൂട്ട്സ് ആയിട്ട് കഴിക്കാൻ. പിന്നെ നമ്മൾ വേഗം ഉള്ളിയൊക്കെ എരിഞ്ഞ് ചിക്കൻ സ്റ്റൂ ഉണ്ടാക്കി, ഉള്ളി വാട്ടി അതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റൊക്കെ ഇട്ടിട്ട് തേങ്ങാപ്പാലൊക്കെ പാർന്ന് അടിപൊളിയായിട്ടുള്ള ചിക്കൻ സ്റ്റൂ അവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ കുട്ടികൾക്ക് അടിച്ച് പറിക്കാനായിട്ട് ചിക്കൻ സമൂസയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. സമൂസ ഷീറ്റ് നമ്മൾ ഓൾറെഡി അങ്ങനെ വാങ്ങിയതാണ് കേട്ടോ, അത് ഉണ്ടാക്കിയതല്ല. അപ്പോൾ ഈ നോമ്പിൻ്റെ പരിപാടികളൊക്കെ ആകുമ്പോൾ മക്കളൊക്കെ അടിപൊളിയായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പത്തിരി അമർത്തിയത് പ്രസ്സിൽ അമർത്തിയതൊക്കെ ഇതും വേണം കേട്ടോ. അങ്ങനെ ഇന്ന് നമ്മൾ പത്തിരി പാലപ്പം അതിലേക്ക് നല്ല അടിപൊളി ചിക്കൻ സ്റ്റൂ ഒക്കെ കൂട്ടിയിട്ടുള്ള നോമ്പ് തുറയായിരുന്നു. നമ്മൾ പാലപ്പം നോമ്പ് തുറക്കാൻ നേരത്താണ് കേട്ടോ ചുട്ടെടുത്തത്. അപ്പോൾ ഇന്നത്തെ ഈ മിനി വ്ളോഗ് ഇത്രയേ ഉള്ളൂ. കൂടുതൽ വലിയ വീഡിയോ കാണാൻ നമ്മുടെ ചാനൽ ഒന്ന് കയറി നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ.